ജെഇ ഫിസിക്സ് February 1, 2024 ഷിഫ്റ്റ് 1 ക്വസ്റ്റ്യൻ നമ്പർ 12 ആണ്. യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സിൽ നമ്മുടെ വെർണിയർ കാലിപ്പറിൽ നിന്ന ചോദ്യമാണ്. ഒരുപാട് പ്രാവശ്യം നമുക്കറിയാവുന്നതാണ്, ജെയിൽ തന്നെ ഒരുപാട് പ്രാവശ്യം ശരിക്കും മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. എററിൽ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്രാവശ്യത്തെ ഷിഫ്റ്റിലൊക്കെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്നൊക്കെ 3 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പം ചില ചാപ്റ്റേഴ്സിൽ നിന്നൊക്കെ കൂടുതൽ ചോദ്യങ്ങൾ ഷിഫ്റ്റിൻ്റെ ഡിഫിക്കൽട്ടി അനുസരിച്ച് മാറിയും തിരിഞ്ഞൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതുപോലെ ചോദിച്ച ഒരു ചോദ്യമാണ്, ശ്രദ്ധിക്കുക. നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം, നമ്മൾ പഠിച്ചിട്ടുള്ള ടൈപ്പ് ഒരു ചോദ്യം തന്നെയാണ്, ശ്രദ്ധിക്കണം. 10 ഡിവിഷൻസ് ഓൺ ദ മെയിൻ സ്കെയിൽ ഓഫ് എ വെർണിയർ സ്കെയിൽ കോൺസെപ്റ്റ് 11 ഡിവിഷൻസ് ഓൺ ദ വെർണിയർ സ്കെയിൽ എന്നാണ്. ഇഫ് ഈച്ച് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ ഈസ് ഓഫ് 5 യൂണിറ്റ്സ് ദ ലീസ്റ്റ് കൗണ്ട് ഓഫ് ദ ഇൻസ്ട്രുമെന്റ്സ് എന്നാണ്. നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് കണ്ടുപിടിക്കുന്ന നമ്മുടെ വെർണിയർ കാലിപ്പറാണ്. 2 ജനറൽ ഇക്വേഷൻസ് ഉണ്ട്. അവിടെ എല്ലാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2 ഇക്വേഷൻസ് നമുക്കറിയാം. ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 MSD മൈനസ് 1 VSD ഉണ്ട്. അതുപോലെ 1 MSD ബൈ N എന്ന് പറഞ്ഞാൽ വെർണിയർ സ്കെയിൽ യൂണിറ്റ്സിൻ്റെ കോയിൻസൈഡിങ് ആയിട്ടുള്ള വെർണിയർ സ്കെയിൽ യൂണിറ്റ്സിൻ്റെ നമ്പറാണ് ശരിക്കും N എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ലീസ്റ്റ് കൗണ്ട് എടുക്കുക, ഇത് നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാവുന്ന ഇക്വേഷൻ ആണ്. അപ്പോൾ ഈ ഇക്വേഷൻ ഒരു ഷോർട്ട് ഇക്വേഷൻ ആണ്, പെട്ടെന്ന് ഉത്തരത്തിലേക്ക് എത്താൻ പറ്റുന്ന ഇക്വേഷൻ. പക്ഷേ ആ ഇക്വേഷൻ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അവിടെ N വെർണിയർ കാലിപ്പർ ഡിവിഷൻസ് ഉണ്ടെങ്കിൽ N-1 മെയിൻ സ്കെയിൽ ഡിവിഷൻസ് ആയിരിക്കണം. എന്ന് വെച്ചാൽ അത്രയും ഗ്യാപ്പ് മാത്രമേ അവിടെ ഉണ്ടാവാൻ പാടുള്ളൂ. N VSD ആണെങ്കിൽ N-1 MSD ആയിരിക്കണം എന്നുള്ളൊരു കണ്ടീഷൻ അല്ലെങ്കിൽ ഒരു ക്രൈറ്റീരിയ ആണ് ശരിക്കും അവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ വരാറുള്ള ആ ഇക്വേഷൻ ഉപയോഗിക്കണമെങ്കിൽ, എന്നാലും അത് പെർഫെക്റ്റ് ആവുള്ളൂ. ഇതിൻ്റെ ഒരു മോഡിഫൈഡ് വെർഷൻ അത്രേ ഉള്ളൂ. അപ്പം അങ്ങനെയുള്ള കണ്ടീഷൻസ് മാത്രമേ നിങ്ങൾ ആ ഷോർട്ട് ഇക്വേഷൻ ഉപയോഗിക്കാവുള്ളൂ. അല്ലാതെ വരുന്ന കേസിലൊക്കെ 1 MSD മൈനസ് 1 VSD തന്നെ എന്ത് ചെയ്യണം. അപ്പോൾ ഇനി നമുക്ക് ആ ചോദ്യം നോക്കാം. ചോദ്യത്തിൽ അതേപോലെ തന്നെയാണ്, 10 ഡിവിഷൻസ് ഓൺ ദ മെയിൻ സ്കെയിൽ എന്നാണ്. അപ്പോൾ 10 MSD ആണെങ്കിൽ 11 VSD വരണം. കറക്റ്റ് അല്ലേ? 11 VSD ആണ്. അതുപോലെ ഈച്ച് ഡിവിഷൻ ഓൺ ദ മെയിൻ സ്കെയിൽ 5 യൂണിറ്റ് എന്നാണ്. അപ്പോൾ ഒരു മെയിൻ സ്കെയിൽ ഡിവിഷൻ എന്ന് പറയുന്നത് 5 യൂണിറ്റ് എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈസി ആയില്ലേ കാര്യങ്ങൾ. അപ്പോൾ നമുക്കറിയാം ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ 1 MSD ബൈ N എന്നാണ്. 1 MSD എന്ന് പറഞ്ഞാൽ ഇവിടെ 5 തന്നിട്ടുണ്ട്. N എന്ന് പറഞ്ഞാൽ വെർണിയർ സ്കെയിൽ ഡിവിഷൻസിൻ്റെ എണ്ണമാണ്. അപ്പോൾ 5/11 ആണ്. 5/10 എഴുതിയ ഓപ്ഷൻ 1 എന്നാകും. 5/11 ആണ് ഇവിടുത്തെ ശരിയായ ആൻസർ എന്ന് പറയുന്നത്. 5/11 ഈസ് ദ റൈറ്റ് ആൻസർ. ഓക്കെ.